വെൽക്കം ബാക്ക് ടു മൈ കൃഷ്ണ ശ്യാം ഒഫീഷ്യൽ. അപ്പം ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി ഒരു സ്ഥലം വരെ പോവാണ്. അപ്പം മനസ്സിനൊക്കെ എന്തോ ഒരു സങ്കടം. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ, അത് കേൾക്കാനും ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി ഇന്നൊരു വീഡിയോ ആക്കാമെന്ന് കരുതി. വീഡിയോ എടുക്കുമ്പോൾ എനിക്കെന്തോ മനസ്സിനൊരു ഹാപ്പിനെസ്സും സമാധാനമൊക്കെ കിട്ടുന്ന പോലെ, എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം സങ്കടം മനസ്സിലിങ്ങനെ എന്തൊക്കെയോ ഒന്ന് കുമിഞ്ഞു കൂടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. എനിക്ക് ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ പോകും. പക്ഷേ നേരെ തിരിച്ചായി, ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കൂടുതൽ സങ്കടമായ പോലെ തോന്നി. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാണ്. ഒരു ദന്തിസ്റ്റിനെ ഒന്ന് കാണിക്കണം. എൻ്റെ ഈ പല്ലുണ്ടല്ലോ, കണ്ട ഈ ഹല്ലം ഞാൻ സത്യം പറഞ്ഞാൽ പല്ലിന് ബ്രേസസ് ഇട്ടതാണ്. സംഭവം ഇട്ട് കഴിഞ്ഞ് നമ്മളെ 1 ഇയർ നമ്മളിട്ട് സെറ്റാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അലൈനേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു ഒരു 2 ഇയേഴ്സ് കണ്ടിന്യൂസ് ഇടാനായിട്ട്. ഞാൻ 1 ഇയർ പോലും കണ്ടിന്യൂസ് ഇട്ടില്ല. അപ്പോഴത്തേക്ക് എൻ്റെ അലൈനർ പൊട്ടി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനത് വിട്ടു കേട്ടോ. പിന്നെ ആ കാര്യം ഞാൻ ഓർക്കുന്നു പോലുമില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങളല്ല മാസങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ പല്ലിന് ഗ്യാപ്പ് വന്നു തുടങ്ങി. സെറ്റ് നമ്മൾ ബ്രേസസ് ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തത് എല്ലാം മാറി നേരെ പഴയ രീതിയുടെ അപ്പുറത്തേക്കായി. പിന്നെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഗ്യാപ്പൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്, ഭയങ്കര ബോറാവുന്നുണ്ട്. വൃത്തിയാവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം ഭയങ്കര വൃത്തികേടായി പോയി. അപ്പോൾ അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഞാൻ കറക്റ്റായിട്ട് അത് ഇടാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ച് ഇന്നെന്തായാലും ഒരു ഡോക്ടർ, ഞാൻ ഓൾറെഡി ഞാൻ മുന്നേ കാണിച്ച ഡോക്ടറല്ല, നമ്മളിപ്പോൾ വേറെ വീടിൻ്റെ അടുത്തുള്ളൊരു ടൗണിൽ തന്നെ ഉള്ളൊരു ഡോക്ടറെ കാണിച്ചിട്ട് അവരെന്താ പറയുന്നത് നോക്കിയിട്ട് ശരിയാക്കണം. ശരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊട്ടത്തൊരാളും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് കറക്റ്റായിട്ട് രീതിയിൽ നമ്മളത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കൊണ്ടുപോയതാണ്. എല്ലാ അലൈനേഴ്സ് ഇടാതെ ആ ഒരു രീതിയിൽ പോയതാണ്. കുറച്ച് നാൾ ഇട്ടിട്ട് പിന്നെ നിർത്തി. അപ്പം അത് അങ്ങനത്തെ പൊട്ടത്തരം ആരും ചെയ്യരുത്. മാക്സിമം നമ്മൾ 2 ഇയേഴ്സൊക്കെ അലൈനേഴ്സ് കറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ ഈ ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ ഞാൻ അതല്ല ചെയ്തത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് എക്സ്ട്രാ തലവേദനയായി അത്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, മുകളിലെ മോളി ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡിയായി. ആ ചേച്ചിയും കുളിച്ച് റെഡിയായി. വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ, സോറി. അപ്പോൾ ആ ചേച്ചിയും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ാണ് ശരിക്കും ഞാൻ ഡോക്ടറെ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് 4:30ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ആ സമയത്താണ് കുഞ്ഞൂസും കുട്ടൂസും സ്കൂൾ വിട്ട് വരുന്ന സമയം. പിന്നെ അവരെയും കൊണ്ട് വിശന്നൊക്കെ വരുന്ന പിള്ളേരല്ല, അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഇന്നത്തേക്ക് വിളിച്ച് ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുകളിലെ വീട്ടിലെ ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോവണ്ട. അല്ലെങ്കിൽ തന്നെ പൊതുവേ ഞാൻ എവിടെയും ഒറ്റയ്ക്ക് പോകാറില്ല, ശ്യാം എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഒറ്റയ്ക്ക് പോയി പഠിക്കണം. പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ശ്യാം ഓഫീസിൽ പോയി ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോയി പഠിക്കണം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ വരട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് ഈ ചേച്ചീനെ പരിചയം ഉണ്ടാവും കേട്ടോ. മിക്കപ്പോഴും എൻ്റെ ഷോർട്സിലൊക്കെ ചേച്ചി വരാറുണ്ട്. അങ്ങനെ പരിഭവമൊന്നും പറയാറില്ല, ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരാനായിട്ട്. അപ്പോൾ ചേച്ചിയുടെ പേര് മോനിഷ എന്നാണ്, എൻ്റെ നൈബറാണ്. ചേച്ചിക്ക് അറിയുന്ന ഒരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ചേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. വണ്ടി ഓട്ടോറിക്ഷ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി വരുന്ന 25-ാം തീയതി ഒന്നുകൂടെ നമ്മൾ ഡോക്ടറെ കാണണം. അപ്പോൾ കിട്ടിയതൊക്കെ നോക്കി ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് അറിയുന്ന ഹോസ്പിറ്റലായ ഡോക്ടറൊക്കെ ആയതുകൊണ്ട് ചേച്ചി കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബേക്കറി കയറി കുറച്ച് ലൈമും അതുപോലെ നമ്മൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ. നല്ല വെയിലാണ്, പുറത്ത് മഴക്കാലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ട്. അങ്ങനെ നമ്മൾ പിള്ളേർക്കും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ചട്ടികൾ കണ്ടിരുന്നു കടയിൽ. അപ്പം ഞാൻ വാങ്ങിയില്ല, ചേച്ചിക്കാണ്. ഞാൻ പൊതുവെ പാലക്കാട് നിന്നൊക്കെ വാങ്ങിച്ചത് ഇരിപ്പുണ്ട്. കുറച്ചധികം നേരം നമ്മൾ ചട്ടി വാങ്ങാൻ തന്നെ എടുത്തു കേട്ടോ സമയം. തിരിച്ചും മറിച്ചും നോക്കി അവസാനം 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിന് കാശ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ വേറെ ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ല, പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി ഇപ്പം എത്തിയതേ ഉള്ളൂ കേട്ടോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു
മിക്കവാറും ചിലപ്പോൾ ബ്രേസസ് ഇടേണ്ട വരും, അല്ലെങ്കിൽ സിംഗിൾ കമ്പ് യൂസ് ചെയ്യേണ്ട വരും. അപ്പോൾ എന്തായാലും 25-ാം തീയതി പോകണം. 25-ാം തീയതി പോയിട്ട് കൺഫേം ചെയ്യാം എന്താണ് വേണ്ടതെന്നുള്ളത്. എന്തൊരവസ്ഥയാണ് നോക്കിയേ, എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത എൻ്റെ ടീത്തായിരുന്നു. അവസാനം എൻ്റെ കയ്യിലിരിപ്പുണ്ട് രണ്ടാമതും അതേ പ്രൊസീജിയർ ചെയ്യാൻ പോവാം. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും പോയി വന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞൂസിനെയും കുട്ടൂസിനെയും വിളിക്കാൻ പോകാൻ സമയമാവും. അപ്പോൾ എപ്പോഴാണെങ്കിൽ നമ്മൾ ലൈമൊക്കെ കുടിച്ചോണ്ടേ ഇനിയിപ്പോൾ ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല. എന്തായാലും പിള്ളേരൊക്കെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വയറ് ഫില്ലാണ്, ലൈമും അതും ഇതൊക്കെ കഴിച്ചല്ലോ. അതുകൊണ്ട് എന്തായാലും പിള്ളേർക്ക് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്മാർ വന്ന് തന്നെ ഓടിച്ചിട്ട് ചവിട്ടും. അങ്ങനെയൊന്നുമല്ല കേട്ടോ, സങ്കടമാവും. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അവർക്ക് വാങ്ങിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കും കൂടെ ഞാൻ വാങ്ങിച്ചു. അവർക്ക് എവിടെ പോയാലും സമൂസയാണ് ഇഷ്ടം. ഈ സമൂസ എന്ന് പറയും, വേറെ ഒരു സാധനം അവരങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവർക്ക് സമൂസയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത് വായിക്കണം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏകദേശം പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വായിക്കണം, വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും പകുതിയായി, മൊത്തമൊന്നും ഇന്നൊന്നും വായിക്കൊന്നുമില്ല, 2 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഞാനൊരു നല്ലൊരു റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ ഈ ബുക്കിന്. അപ്പം ഇതുവരെ വായിച്ചതിൽ നല്ലൊരു നോവലാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറയേണ്ടത്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ചേരം ഇരുന്ന് വായിക്കും. അപ്പോഴത്തേക്കും ഏകദേശം പിള്ളേർ വരാനൊക്കെ സമയമാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വൈകിപ്പോയിട്ടോ, ഈ ബുക്ക് വായിക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബുക്ക് വായിച്ച് തുടങ്ങിയപ്പോൾ സമയത്ത് കുറച്ചും കൂടെ മുന്നേ ഞാൻ വായിക്കേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നി. എന്തായാലും ഇതൊന്ന് വായിക്കട്ടെ കേട്ടോ. എന്നെപ്പോലത്തെ മണ്ടത്തരങ്ങൾ ഒരാളും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.